പിറവിയിൽ നിന്ന് തുടങ്ങിയ അവഗണനയും അപമാനവും ഒടുവിൽ മഹാഭാരത ഗ്രന്ഥത്തിലെ 96 പർവ്വങ്ങളുള്ള അധ്യായത്തിന് കർണപർവം എന്ന് പേര് വരുന്നുണ്ടെങ്കിൽ എന്താണ് കർണൻ്റെ വിജയം? മഹാഭാരതത്തിലെ ഉജ്ജ്വല കഥാപാത്രമായ കർണനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. കുന്തി ഭോജരാജാവിൻ്റെ വളർത്തുപുത്രിയായ കുന്തിദേവിയുടെ മൂത്ത പുത്രനാണ് കർണൻ. ഒരിക്കൽ ഭോജരാജാവിൻ്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചത് രാജകുമാരിയായ കുന്തിയായിരുന്നു. സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് 5 വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അവ ഓരോന്നും ഏത് പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ശക്തിയുടെ ഒരു മകനെ നൽകും. ഉത്സുകത കാരണം കുന്തി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് രജസ്വലയായിരുന്ന അവൾ 5 മന്ത്രങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു. സൂര്യദേവനെ ആഹ്വാനം ചെയ്തു. മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി. അതിതേജസ്വിയായ സൂര്യദേവൻ തോൾവളയും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞു അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി. കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്രാഹ്വാനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്ന് ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചു കൊള്ളാനും ആവശ്യപ്പെട്ടു. ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആഹ്വാനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേണപേക്ഷിച്ചു. സൂര്യദേവൻ ഇതുകേട്ട് കോപിഷ്ഠനാവുകയാണ് ഉണ്ടായത്. ആഹ്വാനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിൻ്റെ ഫലം കൊടും ശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും കുന്തിയുടെ പിതാവും മന്ത്രമുപദേശിച്ച മുനിവര്യനും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും സൂര്യദേവൻ പറഞ്ഞു. ഭയന്നുപോയ കുന്തി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോൽപാദനം ചെയ്തു കൊള്ളാനും അങ്ങനെയുണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാൽ കവചകുണ്ടലങ്ങളോട് കൂടിയവനായിരിക്കണമെന്നും അപേക്ഷിച്ചു. സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗഫലത്തോടെ കുന്തിയിൽ പ്രവേശിച്ച് പുത്രോൽപാദനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കുന്തിക്കുണ്ടാകുന്ന പുത്രൻ സർവശാസ്ത്ര പ്രവരന്മാരിൽ വെച്ച് ഉന്നതനായിരിക്കുമെന്നും കുന്തി കന്യകയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി. ഗർഭിണിയായ കുന്തിദേവി അപമാനഭാരത്താൽ ആരോരും അറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു. കവചകുണ്ടലങ്ങളോട് കൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത്. ആ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാ നദിയിൽ ഒഴുക്കുകയും ചെയ്തു.